പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കൊന്ന് പോകാം. മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് റെയിൽവേ. വടക്കോട്ട് വണ്ടിയില്ല, ഉള്ളതിൽ കാലുകുത്താനിടവുമില്ല. യാത്രാക്ലേശം രൂക്ഷമായ മലബാറിലെ അവസ്ഥ എന്താണ് പരിഹാരം? റെയിൽവേ ഇനിയും അവഗണന തുടരുമോ? സുരേഷ് ഗോപി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിപ്പോർട്ടർ വിശദമായി പരിശോധിക്കുന്നു. റിപ്പോർട്ടർ മിനി ലൈവാത്തോണിലേക്ക് സ്വാഗതം. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. ട്രെയിൻ സൗകര്യം വളരെ കുറവാണ്. റെയിൽവേ വേണ്ടത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം വടക്കോട്ട് പോകാൻ ഒരു ട്രെയിനും ഇല്ല. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹാരമില്ലാതെ നീളുന്നു. കോഴിക്കോട് നിന്നും വടക്കോട്ട് വൈകിട്ട് 6-ന് ശേഷം ട്രെയിനില്ല. മലബാറിലെ വരുമാന കണക്കുകളിൽ അഭിമാനം കൊള്ളുമ്പോഴാണ് റെയിൽവേയുടെ ഈ അവഗണന. റിപ്പോർട്ട്. വൈകിട്ട് 5 മണിക്കുള്ള പരശുറാമിൽ കാൽകുത്താൻ ഇടമില്ല. പിന്നാലെ എത്തുന്ന നേത്രാവതിയിലുള്ളത് 2 ജനറൽ കോച്ച് മാത്രം. 6:15-ന് കണ്ണൂർ എക്സ്പ്രസ് പോയാൽ 3 മണിക്കൂറിന് ശേഷം 9:30-ന് കണ്ണൂർ എക്സ്പ്രസ് എത്തേണ്ടതാണ്. എന്നാൽ വന്ദേ ഭാരതിനായി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വഴിയിൽ 1 മണിക്കൂറോളം പിടിച്ചിടും. 4 മണിക്കൂറിലേറെ സമയമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് ട്രെയിൻ ഇല്ലാത്ത അവസ്ഥയുണ്ടാവുന്നത്. 6 മണിക്കുള്ളത് ലോക്കൽ പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വരുന്ന വണ്ടി 8 മണിക്ക് വരുന്ന വണ്ടി 10 മണിക്കും 11 മണിക്കൊക്കെ വരിക. വന്ദേ ഭാരത് വന്നതാണ് ഇതിൻ്റെ അവതാളത്തിലായത്. ഇതിൽ വലിയ കാശ് കൊടുത്ത് പോകുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. സാധാരണക്കാരന് അതിന് ബെനിഫിറ്റ് ഇല്ല. രാത്രിയിലുള്ള ജനശതാബ്ദിയും എക്സിക്യൂട്ടീവും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും. കാസർകോട്ടേക്കടക്കമുള്ള സാധാരണ യാത്രക്കാർ പെരുവഴിയിലാവുകയാണ്. 6 മണി കഴിഞ്ഞാൽ ട്രെയിനിന് ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് കാസർഗോഡുള്ളവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കലാണെങ്കിലും പിന്നെ ജനശതാബ്ദി ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ കണ്ണൂർ വരെ വണ്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രാ ദുരിതത്തിന് മെമു സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തിരക്കാണ്. 6 മണിക്ക് എത്തും, അല്ലെങ്കിൽ 6:30 എത്തും. അങ്ങനത്തെ ട്രെയിനാണല്ലോ. ഇപ്പം ട്രെയിനിൻ്റെ സമയം മാറ്റതും കൂടി ഉള്ള ട്രെയിന് നേരത്തെയാണ് പോകുന്നത്. അപ്പം നമുക്കത് കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു മെമുവോ വല്ലതും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യാത്രാ ദുരിതം കുറച്ചും കൂടെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമായി. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകി ഓടുന്നു. ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള സ്ഥിരം യാത്രക്കാർ നിത്യ ദുരിതത്തിലാണ്. വന്ദേ ഭാരതിന് പ്രഥമ പരിഗണന നൽകുന്ന റെയിൽവേ ലോക്കൽ എക്സ്പ്രസ് ട്രെയിനുകൾ സ്ഥാനത്തും അസ്ഥാനത്തും പിടിച്ചിടുകയാണ്. മണിക്കൂറുകളുള്ള കാത്തിരിപ്പ് സാധാരണക്കാരായ സ്ഥിരം യാത്രക്കാർക്ക് ശീലമായി കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. കാലുകുത്താൻ ഇടമില്ലാത്ത വിധം യാത്ര ചെയ്യേണ്ടി വരുന്ന വടക്കോട്ടുള്ള റെയിൽവേ യാത്രക്കാരുടെ ദുരിതമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. എന്താ, വടക്കോട്ടുള്ള മനുഷ്യരല്ലേ? അവർക്ക് അന്തസ്സോടുകൂടി യാത്ര ചെയ്യണ്ടേ? എന്താണ് ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരമാകാത്തത്? റെയിൽവേ മേഖലയിൽ ഏറ്റവും അധികം വരുമാനം വരുന്ന ജില്ലയായിട്ടും മലപ്പുറത്തോടുള്ള റെയിൽവേയുടെ അവഗണന ഇപ്പോഴും തുടരുകയാണ്. പ്രധാന ട്രെയിനുകൾക്ക് തിരൂരിൽ ഉൾപ്പെടെ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനാൽ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നതേയില്ല എന്നതാണ് യാത്രക്കാരുടെ പരാതി. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് ദീർഘദൂര ട്രെയിനുകളുടെ സ്റ്റോപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും മലപ്പുറം ജില്ലയോടുള്ള വിവേചനം തുടരുകയാണ്. ഷൊർണൂർ മംഗളൂരു പാതയിൽ കുതിച്ചോടുന്ന 33 ട്രെയിനുകളാണ് ജില്ലയിൽ എവിടെയും നിർത്താതെ പോകുന്നത്. ഇതിൽ ഡൽഹിയിലേക്ക് 10 ട്രെയിനുകളാണ് ജില്ലയിലൂടെ കടന്നു പോകുന്നത്. 9 എണ്ണവും ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലും നിർത്തുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ രാവിലത്തെ വണ്ടി കോഴിക്കോട് തൃശ്ശൂർ പാസഞ്ചർ റീറ്റെയിൻ ചെയ്യുക. അതുണ്ടെങ്കിൽ പകുതി ആൾക്കാരും ഇപ്പം എക്സിക്യൂട്ടീവിനാണ് വരുന്നത്, സമയത്തിന് സ്കൂളിലും ജോലി സ്ഥലത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റീറ്റെയിൻ ചെയ്യാം. പിന്നെ മിക്ക ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ്സ് വെച്ചാലേ ഞങ്ങളെപ്പോലെയുള്ള യാത്രക്കാർക്ക് അതൊരു കുറച്ച് സൗകര്യമാവും. മിക്ക ദിവസങ്ങളിലും ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്, ലാസ്റ്റുള്ള ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആകെ ഒരു 4 സീറ്റുള്ളൊരു ബോഗിയാണ് കിട്ടാറുള്ളത്. കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വരുമ്പം ബസ്സിൽ ട്രാവൽ ചെയ്ത് വരിക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു. ഞങ്ങൾ സീസൺ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ട്രെയിനിൽ വരാൻ പറ്റുന്നില്ല. ട്രെയിനുകൾ നിർത്തണമെങ്കിൽ യാത്രക്കാർ വേണമെന്നാണ് റെയിൽവേയുടെ നിലപാട്. എന്നാൽ വരുമാനവും യാത്രക്കാരുടെ എണ്ണവും വെച്ചു നോക്കിയാൽ ഒട്ടും പിറകിലല്ല തിരൂർ റെയിൽവേ സ്റ്റേഷൻ. 36 ലക്ഷത്തോളം യാത്രക്കാരിൽ നിന്ന് 25 കോടിയോളം രൂപ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് യാത്രക്കാരുടെ സംഘടനകൾ പറയുന്നു. കോടികൾ മുടക്കി ഓരോ റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുക. എന്നാൽ ഒരു 2 മെമു അല്ലെങ്കിൽ 2-3 മെമു
ആ മെമു ഇട്ട് കഴിഞ്ഞാൽ ഈ യാത്രയ്ക്ക് ഒരുപാട് ക്ലേശത്തിന് ഒരുപാട് പരിഹാരം ഉണ്ടാവും. ഒന്നും വേണ്ട, 3 മണിക്ക് ഇവിടുന്ന് പോകുന്ന പരശുറാം എക്സ്പ്രസ് ഉണ്ട്, 5 മണിക്കാണ് അത് കോഴിക്കോട് നിന്ന് എടുക്കുക. ആ ട്രെയിൻ ഒന്ന് പിന്നിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഒരു 4 മണിക്കൊക്കെ ഇവിടുന്ന് എടുക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അതൊരു സൗകര്യം. എന്നാലും ഈ പാസഞ്ചർ പോയി കഴിഞ്ഞാലുള്ള യാത്രയ്ക്ക് വേറെ സൗകര്യമൊന്നുമില്ല. സംസ്ഥാനത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയോടുള്ള റെയിൽവേയുടെ അവഗണനയിൽ രാഷ്ട്രീയ പാർട്ടികളും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ. കാലുകുത്താനിടമില്ലാത്ത വിധം യാത്ര ചെയ്യുന്ന മനുഷ്യർ. കണ്ണൂരിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജീവനക്കാരും ഇവരിലുണ്ട്. ഇവരെല്ലാവരും ദിവസവും ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവരുമാണ്. പാസഞ്ചർ ട്രെയിനുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതോടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കും. ട്രെയിൻ യാത്രാ ദുരിതം മലബാറിലെ സാധാരണക്കാരായ യാത്രക്കാരെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. കണ്ണൂരിലെ വിദ്യാർത്ഥികളും ജോലിക്കായി യാത്ര ചെയ്യുന്നവരും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ട്രെയിൻ യാത്രയാണ്. കാലുകുത്താൻ പോലും ഇടമില്ലാത്ത ദുരിതയാത്രയാണ്. ശ്വാസമെടുക്കാൻ പോലും കഷ്ടപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടി വരുന്ന സാഹസിക യാത്രയുടെ കാഴ്ചകളാണ് ദിനംപ്രതി കാണാനാവുക. ട്രെയിൻ സൗകര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഇതന്നെ ഇപ്പോൾ 3:10 ട്രെയിൻ പോയതിന് ശേഷം വരുന്നൊരു ട്രെയിനാണിത്. ഇതിനകത്ത് കയറാൻ വേണ്ടി ജനറൽ കോച്ച് ഇല്ല. ഇത് സൂപ്പർ ഫാസ്റ്റാണ്. ഈ 4:25 പോകേണ്ട ട്രെയിൻ ഇനിയിപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആവും. അതിനനുസരിച്ച് യാത്രക്കാർക്ക് കയറാനുള്ള സൗകര്യമില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് വടക്കോട്ട് പോകാൻ ഒരു ട്രെയിനും ഇല്ല. വൈകുന്നേരത്തോടെ ആകെയുള്ള 1-2 ട്രെയിനുകൾ പോയി കഴിഞ്ഞാൽ പിന്നീട് പെട്ടുപോകുന്ന അവസ്ഥയാണ്. പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിക്കുറച്ചും വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി മറ്റ് ട്രെയിനുകൾ പിടിച്ചിട്ടും കോച്ചുകൾ വെട്ടിക്കുറിച്ചും മലബാറിലെ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം അതിനുള്ള സ്പേസും സൗകര്യങ്ങളൊന്നുമില്ല. റിസർവേഷൻ സീറ്റ് തന്നെ ഡീ റിസർവേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ ട്രെയിനൊരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് വരാൻ വേണ്ടി 6:45-7 മണിയാവും. ഒരു വലിയ കഷ്ടപ്പാടുന്നതാണ്. കോഴിക്കോട് നിന്നും വൈകിട്ട് 6:15 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പോയാൽ പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് വണ്ടിയുള്ളത് രാത്രി 9:30 ശേഷമാണ്. വന്ദേ ഭാരതിന് വേണ്ടി ഈ ട്രെയിൻ പിടിച്ചിടുന്നതോടെ 1-2 മണിക്കൂർ വൈകിയാണ് എത്തുന്നതും. 6:10 കോഴിക്കോട് എത്തുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാകട്ടെ ആകെ 2 ജനറൽ കോച്ചുകൾ മാത്രമാണുള്ളത്. അൺറിസർവ്ഡ് കോച്ചുകളിലെ യാത്രക്കാർക്ക് നിലത്ത് കാലുറപ്പിക്കാൻ പോലും ആകാത്ത അഗ്നിപരീക്ഷയാണ് ഈ യാത്ര. ശരിക്കും പറഞ്ഞാൽ മലബാറിൽ കൂടുതൽ മെമുവോ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനുകളോ കൂടുതൽ ഓടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉത്തരവാദപ്പെട്ടവരാരും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എടുക്കുന്ന ടിക്കറ്റിന് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മലബാറിലെ യാത്രാ ദുരിതത്തിൽ റെയിൽവേ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. യഥാർത്ഥത്തിൽ 2ാം തരം പൗരന്മാരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി തീരുകയാണ് മലബാറിലെ തീവണ്ടി യാത്രക്കാർ. അവരുടെ പ്രശ്നമാണ് റിപ്പോർട്ടർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പലയിടങ്ങളിൽ നിന്നായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സമാഹരിച്ചതാണ് ഈ റിപ്പോർട്ടുകൾ. AK അഭിലാഷ്, മുബഷിർ പി അക്ബർ, തുഷാര പ്രമോദ്, ഇവർ 3 പേരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മിറ്റി മുൻ ചെയർമാനുമായ PK കൃഷ്ണദാസിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് AK അഭിലാഷ്, മുബഷിർ പി അക്ബർ, തുഷാര പ്രമോദ്. AK അഭിലാഷിലേക്ക് ആദ്യം. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ് 3 പേർക്കും. നമ്മൾ ഈ നേരിട്ടുള്ള നമ്മളുടെ അനുഭവത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് വർക്കിംഗ് ഡേയ്സിൽ ഒന്നും തന്നെ ഈ വടക്കോട്ടുള്ള പ്രത്യേകിച്ച് പ്രവൃത്തി സമയത്തിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുക ബുദ്ധിമുട്ടാണ്, അതീവ ദുഷ്കരമാണ്. അതിലേറെയും പ്രധാനപ്പെട്ടത് ഈ വിദ്യാർത്ഥികളും ജീവനക്കാരും അടങ്ങുന്നവരുടെ യാത്രയുമാണ്. എന്തുകൊണ്ടായിരിക്കും മലബാറിനോട് തുടർച്ചയായിട്ടുള്ള ഈ അവഗണന എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു AK അഭിലാഷ്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലബാറിലെ മൊത്തം യാത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഏതാണ്ട് 50% യാത്രക്കാരുടെ എണ്ണമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 2018 മുമ്പുണ്ടായിരുന്ന യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം കൂടി വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ട്രെയിൻ സൗകര്യങ്ങൾ വളരെ കുറയുകയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 5 ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ പല ട്രെയിനുകളും ഉണ്ടായിരുന്നെങ്കിൽ അത് വെട്ടിക്കുറച്ച് ഇപ്പോൾ പലതിലും 2 എണ്ണം മാത്രമായി ചുരുക്കിയിരിക്കുന്നു. റെയിൽവേ കൃത്യമായി സാമ്പത്തിക ലാഭം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി
കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ള ട്രെയിനുകൾക്ക് വേണ്ടി ലോക്കൽ ട്രെയിനുകളും അതോടൊപ്പം തന്നെ പാസഞ്ചർ ട്രെയിനുകളും പിടിച്ചെടുത്തതും വലിയ തരത്തിൽ ദുരിതം ഉണ്ടാക്കുകയും ചെയ്തു. മറ്റൊന്ന്, ദേശീയപാത വികസനം നടക്കുന്നത് കൊണ്ട് തന്നെ റോഡിലൂടെയുള്ള ഗതാഗതം വളരെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യത്തിൽ പലരും ട്രെയിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ വേണ്ടത്ര സൗകര്യമില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണി അതോടൊപ്പം തന്നെ രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ ട്രെയിനുകൾ എണ്ണത്തിൽ വളരെ കുറവാണ്. ഉള്ളതിൽ തന്നെ സൗകര്യമില്ല. നമ്മൾ വാഗൺ ട്രാജഡി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് പരശുറാമിലെ അവസ്ഥ. കാല് കുത്താൻ ഇടമില്ലാത്ത സാഹചര്യമായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ള വാർത്തകളൊക്കെ. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. അതേപോലുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയ കാര്യം. പരിഹാരം കാണാൻ ട്രാജഡി പോലെയുള്ള ഒരവസ്ഥയിലാണ് ഈ വടക്കോട്ട് പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റുകളിലും ഡി റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിലും യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രശ്നം എന്നാണ് AK അഭിലാഷ് പറയുന്നത്. ഞാനൊന്ന് മുബഷീറിലേക്ക് കൂടി പോയി വരാം. മുബഷീർ, തിരൂര് 9 ഡൽഹിയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും സ്റ്റോപ്പില്ല. നമ്മൾ വരുമാനത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ തിരൂരൊട്ടും പിന്നിലുമല്ല. പക്ഷേ എന്നിട്ടും മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഒരു സ്റ്റോപ്പില്ലാതെ പോകുന്നത്? വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഈ വേണ്ട സമയത്ത് തീവണ്ടി ഇല്ലാത്ത തലട്ടുന്നില്ലേ? തീർച്ചയായും അരുൺകുമാർ, കോവിഡിന് ശേഷം റെയിൽവേ മേഖലയിലുണ്ടായ പ്രതിസന്ധി നമുക്കറിയാം. അത് എല്ലാ തരത്തിലും എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ കോവിഡിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള അവഗണന അല്ലെങ്കിൽ വിവേചനം മലപ്പുറം ജില്ലയോട് റെയിൽവേ മേഖല ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള യാത്രക്കാരുടെ സംഘടനകളും ജനപ്രതിനിധികളും ഒരുപോലെ പറയുന്നത്. തലസ്ഥാനത്തേക്ക് കടന്നു പോകുന്ന 10-ലധികം ട്രെയിനുകളിൽ 9 എണ്ണത്തിനും മലപ്പുറം ജില്ലയിലെ ഒരിടത്തും സ്റ്റോപ്പില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വിവേചനം വെളിവാകുമെന്നുള്ളതാണ്. തിരക്കുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ ആ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ആളുകളുടെ തിരക്ക് മനസ്സിലായതാണ്. വിദ്യാർത്ഥികളൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ചത്, ഈ നിലയിൽ സ്റ്റോപ്പുകളൊക്കെ തന്നെ അനുവദിക്കാത്തത് യാത്രക്കാരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അധികാരികൾക്ക് കൊടുത്തു. ജനപ്രതിനിധികളുടെ ഇടപെടലുകളൊക്കെ തന്നെ ആ നിലയിൽ ഉണ്ടായിട്ടും ഒരു പരിഹാരം കാണാൻ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേക ഒരു വിവേചനം മലപ്പുറം ജില്ലയോട് റെയിൽവേ മേഖല കാണിക്കുന്നുണ്ടെന്നാണ് യാത്രക്കാരുടെ സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷം യാത്രക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെയിൽവേ ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിക്കുമെന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. എന്നാൽ യാത്രക്കാരുടെ കണക്ക് പരിശോധിക്കുമ്പോഴും വരുമാനം പരിശോധിക്കുമ്പോഴും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളൊന്നായ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഏറ്റവും അധികം യാത്രക്കാർ ഒരു വർഷം യാത്ര ചെയ്യുന്നത്. ഏറ്റവും അധികം വരുമാനം, അതായത് 25 കോടിയിലധികം രൂപ ഒരു വർഷത്തിൽ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ടെന്നാണ് റെയിൽവേയുടെ കണക്കുകൾ തന്നെ വെളിവാക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവഗണന മലപ്പുറം ജില്ലയോട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് മറുഭാഗത്തെ യാത്രക്കാർ ചോദിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് പ്രത്യേക ഒരു സ്ക്വാഡിനെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ നിലയിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ തിരക്ക് മൂലം മറ്റ് ബോഗികളിലേക്ക് കയറുന്ന സമയത്ത് ഇവരെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു ഈ ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് യാത്രക്കാരെ ആ നിലയിൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിരവധി തവണ. വേണ്ടത്ര തീവണ്ടികളില്ല. കോച്ചുകളില്ലാത്തത് കൊണ്ട് തന്നെ റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ കയറുന്നവരെ ഫൈൻ അടിക്കാൻ വേണ്ടി റെയിൽവേ തിരക്കും കൂട്ടുന്നു എന്നതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കണ്ണൂരിലെ അവസ്ഥ നോക്കൂ. കണ്ണൂരിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജീവനക്കാരും ദിവസവും ഈ ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവരാണ്. തുഷാര നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോക്കൂ തുഷാര, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോഴിക്കോട് ഭാഗത്താണെങ്കിലും ശരി, മലബാർ മേഖലയിലാണെങ്കിലും ശരി, ഈ ദുരിതം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഒരു പ്രേക്ഷകൻ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സുഭാഷ് അറൂക്കര, റെയിൽവേ അവഗണന ഒരു പരമ്പര വരട്ടെ. ഇന്നലെ ഷൊർണൂരിൽ നിന്ന് പയ്യന്നൂർ വരെ കാലുകുത്താനിടമില്ലാത്ത വിധമാണ് യാത്ര ചെയ്തത്. എന്ത് അവഗണനയാണ്, കടുത്ത അവഗണനയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പോയി കാണുമ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് ഈ ബുദ്ധിമുട്ട് കൂടുതൽ നേരിടുന്നത് തുഷാര? അരുൺ, ഈ രാവിലെയും വൈകുന്നേരവും ഉള്ള സമയങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് കോഴിക്കോടേക്ക് നിരവധി വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് യാത്ര ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പരശുരാം എക്സ്പ്രസ് രാവിലെയും പരശുരാം എക്സ്പ്രസ് ഉണ്ട്, വൈകുന്നേരവും പരശുരാം എക്സ്പ്രസ് ഉണ്ട്. ഈ പരശുരാം എക്സ്പ്രസിൻ്റെ അവസ്ഥ, അതിലെ ജനറൽ കോച്ചുകളുടെ ഒരു അവസ്ഥ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എത്രമാത്രം ദുരിതപൂർണമായൊരു യാത്രയാണ് ഈ ഒരു സമയങ്ങളിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ വേനൽ കടുത്ത സമയങ്ങളിൽ നിരവധി ആളുകളാണ് ഈ പരശുരാം എക്സ്പ്രസ്സിൽ കുഴഞ്ഞു വീണ് പ്രശ്നത്തിലായിരിക്കുന്നത്.
ആ ഒരു സാഹചര്യത്തിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം പരശുരാം എക്സ്പ്രസ്സിൽ കൂട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരം കാര്യങ്ങളൊന്നും തന്നെ പരിഹാരമുണ്ടായിട്ടില്ല. ഈ പരശുരാമിൽ വൈകുന്നേരമുള്ള ഒരു സാഹചര്യമാണെങ്കിലും 5 മണി ആ സമയത്താണ് കോഴിക്കോട് നിന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന ആളുകൾ ഈ ഒരു പരശുരാം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് തിങ്ങി നിറഞ്ഞ് കാല് കുത്താൻ ഇടമില്ലാത്ത സാഹചര്യത്തിൽ ശ്വാസം മുട്ടിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ, അതായത് 5 മണിയാണ് ഈ ഒരു ഓഫീസ് ടൈമും കോളേജ് ടൈമൊക്കെ കഴിയുന്നൊരു സമയം. ഈ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 6:15 ഒരു കണ്ണൂർ എക്സ്പ്രസ് ആണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി 9:30 മാത്രമാണ് ഈ കണ്ണൂർ ഭാഗത്തേക്ക് മറ്റൊരു ട്രെയിൻ ഉണ്ടാവുന്നത്. അതായത് വിദ്യാർത്ഥികളും 1 മണിക്കൂർ 1.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഇടവേളകളിൽ ഈ സ്റ്റേഷനുകൾക്കിടയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 3 മണിക്കൂർ യാത്രക്കാർ കാത്തിരിക്കേണ്ടി വരുന്നു തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവും. AK അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, നമ്മൾ മൊത്തം മലബാർ മേഖലയിൽ എടുത്തു നോക്കിയാൽ ഈ അവഗണന തീവണ്ടികളുടെ എണ്ണത്തിൽ കാണാം, കോച്ചിൻ്റെ എണ്ണത്തിൽ കാണാം, ഒപ്പം തന്നെ അവരോടുള്ള റെയിൽവേയുടെ സമീപനത്തിലും കാണാം എന്നുള്ളതാണ്. മൊത്തത്തിൽ യാത്രക്കാർ അസംതൃപ്തരാണ്. നിരവധി മെസ്സേജുകളാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇത് പകൽ സമയത്ത് മാത്രമല്ല, രാത്രികാലത്ത് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ്. അങ്ങനെയല്ലേ AK അഭിലാഷ്? തീർച്ചയായിട്ടും യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ പോലും പര്യാപ്തമല്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഡിവിഷൻ മാനേജറെ വിളിച്ച് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിനൊന്നും ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് പോലും ഉണ്ടാവുന്നില്ല. ഏതായാലും ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് CE ചാക്കുണ്ണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചാക്കുണ്ണി ചേട്ടാ, എന്തൊക്കെയാണ് ഇപ്പോൾ റെയിൽവേ മലബാറിനോട് കാട്ടുന്ന അവഗണന? ഈ ജനകീയ പ്രശ്നം യഥാസമയത്ത് ചർച്ചയെടുത്ത റിപ്പോർട്ടിന് നന്ദി പറയാൻ ഞാൻ അഭിനന്ദിക്കുന്നൊന്നുമില്ല. ഇത് യാത്രക്കാരോടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഞങ്ങൾ സമീപിച്ചിരിക്കുകയാണ്. റെയിൽവേ മന്ത്രിക്ക് എല്ലാം നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നല്ല ഡയറക്ഷൻ കൊടുത്തു. സദേൺ ജനറൽ മാനേജർക്ക് മറുപടി ലഭിച്ചു. നടപടികളൊന്നും ആവില്ല. ഇത് യാത്രക്കാരുടെ വെല്ലുവിളിയാണ്. കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കും, വാഗൻ ട്രാജഡി സംഭവിക്കും. ഇതിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് റെയിൽവേ യാത്രക്കാർ മാത്രമല്ല ജീവനക്കാർക്ക് അടുത്ത പ്രതിസന്ധിയിലാണ്. യാത്രക്കാരെയും ജീവനക്കാരെയും തമ്മിലടിപ്പിക്കുന്ന ഒരു നയമാണ് റെയിൽവേ എടുത്തിരിക്കുന്നത്. വരുമാനം വർദ്ധിക്കേണ്ട കാര്യത്തിൽ മാത്രമേ ഒരു ശുഷ്കാന്തിയുള്ളൂ. ജനങ്ങളുടെ യാത്രക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരുമ്പോൾ വേണ്ടി സംഘടന തയ്യാറാവും. ഞങ്ങൾ ഇതുവരെ സമീപിച്ച സമീപനം സമന്വയത്തിൻ്റെ ബാധ്യതയായിരുന്നു. ഇതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ കർഷകർ സമരം പോലെ അതിനെപ്പറ്റി ഞങ്ങൾ അടുത്ത ദിവസം ആലോചിക്കേണ്ടി വരും. അതിലെത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പറഞ്ഞത് കേരള ഗവർണർ അദ്ദേഹം നമുക്ക് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഇവിടെ റെയിൽവേക്ക് ചുമതലൊരു മന്ത്രി അബ്ദുൾ സാർ സമീപിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. യാത്രക്കാർ സംഘടിച്ചു കഴിഞ്ഞാൽ ഇതിൽ താങ്ങാൻ കഴിയില്ല. കാരണം യാത്രക്കാരണം ഗണ്യമായി പരിഹരിച്ചു. മലബാറിൽ നിന്ന് ഈ പരശുരാം എക്സ്പ്രസിൽ എന്തുകൊണ്ട് 2 കോച്ച് കൂട്ടുന്നില്ല? അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടെന്ന് പറയും. അതിനവിടുത്തെ റൺവേ അല്ല പ്ലാറ്റ്ഫോം നീളം പോരാണ്. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ 48 മണിക്കൂറുകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കാം. ഞങ്ങൾ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി വിളിച്ചാൽ ഞങ്ങൾ ഏറിയ പ്രതീക്ഷയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് കുര്യൻ സാറും ഞങ്ങൾ കാണും. എന്നില്ലെങ്കിൽ അവസാനം ഹൈദരാബാദിലോ മദ്രാസിലോ വെച്ചിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഭാവി പരിപാടികളെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇത് വളരെ 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 വിഷമത്തിലുള്ള കാര്യങ്ങൾ പോകണം. അതേപോലെ ലോക്കോപാറ്റുമാര് സമരം നടത്തുന്നു. ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ ഒരു കാര്യം കൂടി, പാലക്കാട് ഡിവിഷൻ എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ ചില ലോബിയുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം ഒരു ട്രെയിൻ വരുന്നുണ്ട്. അത് കോഴിക്കോട്ടേക്ക് നീട്ടാൻ ഓർഡർ ആയപ്പോൾ അവിടുത്തെ ഒരു MP ആണ് അത് എതിർത്തത്. കേവലം ഒരു MP ഉള്ളത് കൊണ്ട് നമുക്കുള്ള യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ് കാണുന്നത്. ഈ കാര്യത്തിൽ ഇനി ഇതേമാതിരി നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. യാത്രക്കാരുടെ അവകാശ സംരക്ഷണത്തിന് ബഹുമാനപ്പെട്ട കോടതികളുണ്ട്. അതിന് ഇടയാക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല പ്രതികരണം മറുപടിയൊക്കെ വന്നിട്ട് നടപടി വരുന്നില്ല. വണ്ടി കൂട്ടുന്നുണ്ട്, ഉള്ള വണ്ടികളിൽ കമ്പാർട്ട്മെന്റ് കൂട്ടുന്നില്ല. ശരി, 28 കമ്പാർട്ട്മെന്റ്. അഭിലാഷ്, ചുരുക്കത്തിൽ ശ്രീ ചാത്തുണ്ണി പറയുന്നത് പോലെ എന്നോട് തന്നെ നേരിട്ട് യാത്രക്കാരും ഒപ്പം തന്നെ TT-മാരും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, മംഗലാപുരം വരെ എത്തുന്ന തീവണ്ടികൾ പലതും കോഴിക്കോട്ടേക്കൊന്ന് നീട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഷൊർണൂരേക്കൊന്ന് നീട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് വന്ദേ ഭാരത്, ഗോവയിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടാനുള്ള തീരുമാനമുണ്ടായിരുന്നു.
പക്ഷേ അവിടുത്തെ ഒരു MP ഇടപെട്ടത് വിലക്കി. ഇപ്പോൾ ശത്രുന് പറഞ്ഞതുപോലെ മംഗലാപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് നീട്ടാനുള്ള പല തീരുമാനങ്ങൾക്കും ഈ MP ആണ് അതിനകത്ത് ഒരു തടസ്സമായി നിൽക്കുന്നത് എന്നാണ്. സുരേഷ് ഗോപിയോടും ജോർജ് കുര്യനോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടപെട്ടെങ്കിലും വടക്കോട്ടുള്ള ഈ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ധാരാളം പ്രേക്ഷകർ കമൻറ്റുമായിട്ട് വരുന്നുണ്ട്. അവർ പറയുന്നത് ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു ക്യാമ്പയിനായിട്ട് തന്നെ അവതരിപ്പിക്കണം എന്നതാണ്. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ടല്ലോ അഭിലാഷ്. എന്താണ് യാത്രക്കാർ നമ്മളോട് പറയുന്നത്? അവർക്ക് മെമു വേണമെന്ന് പറയുന്നു, പാസഞ്ചർ ട്രെയിൻ വേണമെന്ന് പറയുന്നു, ഒപ്പം തന്നെ ഈ സമയത്ത് ഈ തിരക്കുള്ള സമയങ്ങളിൽ തീവണ്ടി ഓടിക്കാൻ കഴിയണമെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ? നമ്മൾ ചുരുക്കുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രക്കാരുടെ പരാതികൾ സ്വീകരിച്ച് ഈ MP-മാർക്കൊരു നിവേദനം കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ തന്നെ മാറേണ്ടതുണ്ട്. കാരണം നമ്മളിത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടൊന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. ഇത് കൃത്യമായും നമുക്ക് നിവേദനമായി തന്നെ നമുക്ക് വേണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് MP-മാർക്ക് കൊടുക്കാം. അഭിലാഷ്, തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം തന്നെ മീഡിയകളോടും ഇതിന് നല്ല തരത്തിൽ ശ്രദ്ധ പുലർത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ചാക്കുണി സാർ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിൽ നിവേദനങ്ങളൊക്കെ പല മേഖലകളിൽ നൽകി കഴിഞ്ഞു. പക്ഷേ ഒരു തരത്തിൽ പോലും അത് അംഗീകരിക്കപ്പെടുന്നില്ല. പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുന്നു, പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ MP-മാർ സമ്മർദ്ദം ചെലുത്തുന്നു, അവരുടെ ട്രെയിനുകൾ ഇങ്ങോട്ട് നീട്ടാൻ അനുവദിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള പല ട്രെയിനുകളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് നീട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ MP-മാർക്കിടയിൽ തന്നെ അഭിപ്രായ സമന്വയമില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു പിറ്റ് ലൈൻ കോഴിക്കോട്ടോ അല്ലെങ്കിൽ കണ്ണൂരോ സ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറായിരുന്നു. പക്ഷേ അതെവിടെ സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു പിറ്റ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ജനശതാബ്ദി ദിവസേന സർവീസ് നടത്താൻ കഴിയും. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം സർവീസ് മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനപ്രതിനിധികൾക്കിടയിൽ പോലും അഭിപ്രായ സമന്വയത്തിൽ എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തണം. പ്രത്യേകിച്ച് മലബാർ മേഖലയുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ. നമ്മൾ ഈ വാർത്ത വരും ദിവസങ്ങളിലും തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഈ യാത്രാ ദുരിതങ്ങൾ നമ്മൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി എത്തിച്ചുകൊണ്ടിരിക്കും. അധികാരികളുടെ ശ്രദ്ധ പതിയുന്നതുവരെ, അവരുടെ കാതുകളിൽ ഈ വിഷയം എത്തുന്നതുവരെ നമ്മൾ തുടർച്ചയായിട്ട് ഈ വാർത്തയുടെ ഫോളോ അപ്പുകൾ നൽകിക്കൊണ്ടിരിക്കും. താങ്ക് യു അഭിലാഷ്, താങ്ക് യു മുബഷീർ, താങ്ക് യു തുഷാര നമുക്കൊപ്പം ചേർന്നതിന്. ഇപ്പോൾ നിരവധി ആളുകൾ പറയുന്നു MP-മാരെ അവിടെ പോയാൽ എന്താ ചെയ്യുക, നമ്മുടെ MP-മാർ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. നജിമുദ്ദീൻ, ശ്രീകാന്ത് ചോദിക്കുന്നു, കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന പ്രവാസികളെ സംബന്ധിച്ചും ട്രെയിൻ യാത്രാ സൗകര്യമില്ലാത്തത് ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു. വിപിൻ പറയുന്നു, മംഗലാപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് തീവണ്ടി നീട്ടുകയാണെങ്കിൽ തന്നെ അതിൽ ജനറൽ കോച്ചുകൾ കൂടുതൽ വേണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് വേണം. ഫസലുർ റഹ്മാൻ പറയുന്നു, തികച്ചും ദുരിതമാണ് വടക്കോട്ടുള്ള ട്രെയിൻ യാത്ര എന്ന് പറയുന്നു. അസീം മുഹമ്മദ് പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി സർ ഇടപെടും എന്നാണ്. N കൃഷ്ണസ്വാമി പറയുന്നത് എല്ലാം ശരിയാകും എന്നാണ്. അൻസിൽ പീറ്റർ പറയുന്നത്, കുറേ രാഷ്ട്രീയ നേതാക്കൾ മലബാറിലുണ്ടെങ്കിലും അവർ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. കേരയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. പ്രിനിൽ പറയുന്നു, ഇത്തരത്തിലുള്ള യഥാർത്ഥ വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടറിന് നന്ദി എന്ന് പറയുന്നു. അരുൺ സജീവൻ, ആർക്കാണ് പോയിട്ട് ഇത്ര ധൃതി എന്നുള്ളത് ട്രോളിൻ്റെ ഭാഷയിൽ ചോദിക്കുന്നു. ഷെരീഫ് കോയ പറയുന്നു, യാത്രക്കാരുടെ കുറവാണോ കളക്ഷനോ രണ്ടുമല്ല, അനാസ്ഥയാണ്. കാരണം അവിടെ പരശുരാമൻ്റെ കോച്ചുകൾ കൂട്ടാൻ പറയുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കുറവായതുകൊണ്ട് കൂട്ടുന്നില്ലെന്ന് പറയും. എങ്കിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടൂ. അപ്പോൾ പറയുന്നു അതിന് തീവണ്ടി ഇല്ലല്ലോ എന്ന് പറയുന്നു. എങ്കിൽ തീവണ്ടി കൊണ്ടുവരൂ. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടാൻ പറയുന്നു. യാത്രക്കാരെ വിഡ്ഢികളാക്കരുത് എന്ന് മാത്രമേ നമുക്ക് റെയിൽവേയോട് പറയാനുള്ളൂ. ഈ റെയിൽവേയെ ആശ്രയിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്, അവരെ നിങ്ങൾ കൈവിടരുത്. കേന്ദ്ര സഹമന്ത്രിമാരോട് രണ്ടുപേരോടും നമ്മളുടെ അഭ്യർത്ഥനയും അതാണ്. ഇത് വടക്കോട്ടുള്ള യാത്രക്കാരുടെ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞ് റിപ്പോർട്ടർ സമർപ്പിക്കുന്ന വാർത്താ പരമ്പരയാണ്. വരും ദിവസങ്ങളിലും നമ്മൾ ഈ വാർത്താ പരമ്പര തുടരും.